മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ അഴിമതിരഹിതവും സുതാര്യമായ ഒരു ഭരണം ഉറപ്പുവരുത്തിക്കൊണ്ട് കൊച്ചു കേരളത്തിന്റെ കരുതലും ക്ഷേമവും വെച്ചുകാത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഹൃദയത്തിന്റെ തുടിപ്പ് പോലെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മതേതര ജനാധിപത്യ വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരും വെച്ചെടുക്കണം. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അച്ഛനും മകനും തമ്മിലും ഭാര്യയും ഭർത്താവും തമ്മിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാര് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ UDF ഗവൺമെന്റിന് വലിയ ആയുസ്സില്ല എന്നാണ്. കേരളത്തിലെ UDF ഗവൺമെന്റ് ഇന്നല്ലെങ്കിൽ നാളെ താഴെ പോകുമെന്നാണ് ഈ നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വേദിയിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, ആ പാല് കണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർ പരിക്കണ്ട എന്ന് പറയാൻ വേണ്ടി ഈ സാഹചര്യം ഞാൻ ഉപയോഗിക്കുകയാണ്. കേവലം 6 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷമുള്ള കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 5 വർഷക്കാലം കേരളം തികച്ചു ഭരിക്കുമെന്ന കാര്യത്തിൽ സഖാക്കന്മാർക്ക് യാതൊരു സംശയവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിറ്റാണ്ടുകളുടെ പ്രൗഢോജ്വലമായ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും NSU ദേശീയ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു.